ഇവർ രണ്ടുപേരും മാത്രമുള്ളൊരു വീട്ടിൽ നടക്കുന്ന ഒരു മരണം ആകുമ്പോൾ തീർച്ചയായും ആദ്യമായി സംശയം വരുന്നത് ഭർത്താവിന് നേർക്കാണ്. അങ്ങനെ ഭർത്താവിനെ ആദ്യം വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് പനി ബാധിച്ചിരുന്നു, ദിവ്യക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഇങ്ങനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഭാര്യയെ താൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ഈ കഴുത്തിലെ മാർക്ക്, പ്രത്യേകിച്ച് ഈ ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ ഈ മുഖം പൊത്തിപ്പിടിച്ചുള്ള കൊലപാതകങ്ങളാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ മാർക്കുകളൊന്നും ഉണ്ടാവാറില്ല. അത് ശ്വാസം മുട്ടിച്ച് തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം തടയുകയും അങ്ങനെയാണ് പൊതുവെ ശ്വാസം മുട്ടിയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉണ്ടാവില്ല, അതൊരു സ്വാഭാവിക മരണമെന്ന രീതിയിലൊക്കെ പലപ്പോഴും മാഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഈ കഴുത്തിലുള്ള ലിഗേച്ചർ മാർക്ക് പോലീസിനൊരു വലിയ വഴിത്തിരിവായിരുന്നു. അങ്ങനെയാണ് ആ ഒരു രീതിക്ക് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പിന്നീട് പറയുന്നത് ഭാര്യ താനുമായി വഴക്കുണ്ടാവുകയും തുടർന്ന് കിടപ്പുമുറിയിൽ ഇവർ തൂങ്ങി മരിച്ചു എന്നാണ്. ഈ തൂങ്ങി മരിച്ച ഭാര്യയെ, സാധാരണ ഒരു തൂങ്ങി മരണമൊക്കെ പൊതുവേ നാണക്കേടാണ്, അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് പൊതുവെ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് തൂങ്ങി മരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതിൽ നിന്ന് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്ത് പറയുമെന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെയാണ് ഇയാളും പറഞ്ഞത്.